നമസ്കാരം. ആസ്ട്രോളജി ടാക്സിന് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സ്നേക്ക് പ്ലാന്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അധിക പരിചരണം ആവശ്യമില്ലാതെ ഭംഗിയിൽ വളരുന്നത് കൊണ്ട് തന്നെ ഒട്ടുമിക്ക വീടുകളിലും ഇത് വച്ചു പിടിപ്പിക്കുന്നത് കാണാം. കാഴ്ചയിലെ ഭംഗിക്കു പുറമെ ഇവ വളർത്തുന്നതിന് മറ്റു ചില ഗുണങ്ങൾ കൂടിയുണ്ട്. അന്തരീക്ഷത്തിലെ പല വിഷാംശങ്ങളും വലിച്ചെടുക്കാൻ കഴിവുള്ളവയാണ് സ്നേക്ക് പ്ലാന്റുകൾ. അതിനാൽ ഇവ വീടിനുള്ളിൽ വളർത്തുന്നത് അകത്തളത്തിലെ വായുവിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ സഹായകമാണ്. ഇതിനു പുറമെ വീട്ടിലേക്ക് സമൃദ്ധിയും ആരോഗ്യവും ഐശ്വര്യവും ആകർഷിക്കാനുള്ള കഴിവ് സ്നേക്ക് പ്ലാന്റുകൾക്ക് ഉണ്ട്. ഈ ചെടി അന്തരീക്ഷത്തിലെ പല വിഷാംശങ്ങളെയും വലിച്ചെടുക്കാൻ കഴിവുള്ളവയാണ്. അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് രാത്രിയിലും വലിച്ചെടുത്ത് ഓക്സിജൻ നൽകാൻ ഈ ചെടിക്ക് കഴിവുണ്ട്. വായു ശുദ്ധീകരിക്കുവാനും ഈ ചെടിക്ക് കഴിവുണ്ട്. പരിചരണം എളുപ്പമായതിനാൽ വീടിനുള്ളിൽ വളർത്താൻ പറ്റിയ ചെടിയാണിത്. വാസ്തുശാസ്ത്രമനുസരിച്ച് വീട്ടിനുള്ളിൽ പോസിറ്റീവ് എനർജി നൽകാൻ ഈ ചെടിക്ക് കഴിയും. ഈ ചെടിയുടെ ഗുണഫലങ്ങൾ ലഭിക്കാൻ പ്രധാനമായും ലിവിംഗ് റൂമിൽ വളർത്തുന്നത് നല്ലതാണ്. വാസ്തുശാസ്ത്രപ്രകാരം വീടിൻ്റെ പ്രവേശന കവാടമാണ് സ്നേക്ക് പ്ലാന്റുകൾ വളർത്താൻ ഏറ്റവും യോജിച്ച ഇടം. പ്രതികൂല ഊർജം വീടിനകത്തേക്ക് പ്രവേശിക്കാതെ തടയാനും ഇവയുടെ സാന്നിധ്യം സഹായിക്കും. വീടിൻ്റെ തെക്കുഭാഗം, കിഴക്കുഭാഗം അല്ലെങ്കിൽ തെക്ക് കിഴക്കേ മൂല എന്നിവിടങ്ങളിലാണ് സ്നേക്ക് പ്ലാന്റുകൾ വളർത്താൻ ഏറ്റവും യോജിച്ചത്. ഈ സ്നേക്ക് പ്ലാന്റുകൾ വായുവിൽ നിന്ന് ദോഷകരമായ വാതകങ്ങൾ ആഗിരണം ചെയ്ത് ബെൻസിൻ തുടങ്ങിയ വിഷവസ്തുക്കളെ ഇല്ലാതാക്കുന്നതിനാൽ ഇത് ഒരു ഗുണം ചെയ്യുന്ന സസ്യമാണ്. ചില വീടുകളിൽ ബാത്റൂമുകളിൽ ഈ ചെടി വെക്കുന്നത് കണ്ടിട്ടുണ്ട്. ബാത്റൂമുകളിൽ എപ്പോഴും ഈർപ്പത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകും. അതുകൊണ്ട് ഇവ ബാത്റൂമുകളിൽ വെച്ചാൽ വേഗത്തിൽ വേരുകളും ഇലകളും അഴുകിപ്പോകും. അതുകൊണ്ട് ഈ ചെടികൾ ബാത്റൂമിൽ വെക്കുന്നത് അത്ര നല്ലതല്ല. സ്നേക്ക് പ്ലാന്റുകൾക്ക് പൊതുവെ അല്പം വെള്ളം മതിയാവും. മാസത്തിൽ 1-2 തവണ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമേ ഉള്ളൂ. വെള്ളം ഒഴിക്കുന്നതിന് മുൻപ് നട്ടിരിക്കുന്ന മണ്ണ് പൂർണ്ണമായി ഉണങ്ങിയ നിലയിലാണെന്ന് നോക്കിയതിന് ശേഷം മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഈ ചെടിയുടെ ഗുണഫലങ്ങൾ ലഭിക്കാൻ പ്രധാനമായ ലിവിംഗ് റൂമാണ് സ്നേക്ക് പ്ലാന്റുകൾക്ക് വളർത്താൻ ഏറ്റവും പറ്റിയ സ്ഥലം. ഓഫീസ് റൂമിൽ സ്നേക്ക് പ്ലാന്റ് വെക്കുന്നത് നല്ലതാണ്. ഇത് നിങ്ങളുടെ ജോലിയിലുള്ള ശ്രദ്ധ വർദ്ധിപ്പിക്കുന്നതിനും പോസിറ്റീവ് ഊർജം വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. ഓഫീസ് റൂമിൻ്റെ ഷെൽഫിലോ മേശയ്ക്ക് മുകളിലോ പ്ലാന്റ് വെക്കാം. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ അത് നിങ്ങളുടെ ജോലിയിൽ ഐശ്വര്യവും നേട്ടങ്ങളും വർദ്ധിപ്പിക്കുന്നു.
തെക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിൽ സ്നേക്ക് പ്ലാന്റ് വെക്കാൻ പാടില്ല. ഇത് ജീവിതത്തിൽ നെഗറ്റീവ് ഊർജം കൊണ്ടുവരും. കീടങ്ങളെ അകറ്റി നിർത്താൻ സ്നേക്ക് പ്ലാന്റിന് സാധിക്കും. അതിനാൽ ഇത് വീടിനുള്ളിൽ വളർത്തുന്നതാണ് നല്ലത്. സ്നേക്ക് പ്ലാന്റുകൾ പുഴുക്കുത്തില്ലാതെ നല്ല ആരോഗ്യമുള്ള ചെടി വേണം നട്ടുപിടിപ്പിക്കാൻ. ഇത് നെഗറ്റീവ് ഊർജം കൊണ്ടുവരും. അതുകൊണ്ട് പോസിറ്റീവ് എനർജിക്ക് വേണ്ടി എപ്പോഴും ചെടി ആരോഗ്യത്തോടെ നിലനിർത്തണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമസ്കാരം.